ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒന്നുമില്ലാതെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ബിരിയാണി പീസൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇഷ്ടമില്ലെങ്കിൽ സ്കിൻ ഒഴിവാക്കിയിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ 3 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് ബട്ടർ മിൽക്കിൽ ഇട്ട് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോര്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോരില്ലെങ്കിൽ 1.5 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ഒണിയൻ പൗഡറും ഗാർലിക് പൗഡറും. അപ്പോൾ അതില്ലാത്തവർക്കായിട്ട് നമുക്ക് ഒണിയനും ഗാർലിക്കും എല്ലാം ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവാളയും വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിനോടൊപ്പം ഇപ്പം നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി നമ്മളിപ്പം ചേർക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ല. ഇഞ്ചി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതാദ്യം അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം കുറച്ചൊന്ന് മാറ്റി വെക്കാണ്. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ രണ്ടാമത് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ചേർക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അടപ്പുള്ള പാത്രം വെച്ചിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാണ്. അപ്പോൾ നമ്മളിതിപ്പോഴെല്ലാം ഉപയോഗിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ബാക്കിയുള്ള ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചില്ല, അതിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് ആക്കി എടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്കില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂണൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഈ ഗാർലിക് പൗഡറും ഈ ഒണിയൻ പൗഡറൊക്കെ ഇടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതിൽ നന്നായിട്ട് മുങ്ങിക്കെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇടുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്ത ശേഷം ചിക്കൻ ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം കേട്ടോ, എന്നാലേ ഇതിൽ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഒരു റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 4 മണിക്കൂർ മാറ്റി വെക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം രാത്രിയൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചിക്കന് ഈ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂറേ വെക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് കവർ ചെയ്തെടുത്ത ശേഷം ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാണ്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് ഇതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുക്കാം. ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓണിയൻ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദോശമാവിനൊക്കെ ചെയ്യുന്നില്ല, ആ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ഈ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഞാൻ ഇവിടേക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇപ്പം നന്നായിട്ട് തന്നെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ രണ്ടാമത് തയ്യാറാക്കിയ ബാറ്ററി ഇല്ലേ അതിലൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ ചിക്കന് നമ്മൾ രണ്ടാമത് തയ്യാറാക്കിയ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം നമുക്ക് ഈ പൊടിയിൽ വന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശരിക്കും നന്നായിട്ട് തന്നെ ചെയ്യണം. കൈകൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് എല്ലാ ഭാഗത്തേക്കും പൊടി എത്തണം. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ മുക്കിയെടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ കുടഞ്ഞു കൊടുക്കണം. ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ചിക്കനിൽ ഒട്ടും തന്നെ ഒരു നനവ് പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു 2-3 മിനിറ്റ് തന്നെ ഈ മൈദയിലിട്ടിട്ട് അമർത്തി കൈകൊണ്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ കുടഞ്ഞെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യം 3 എണ്ണമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആദ്യം ഇത് ചെയ്തെടുക്കാനായിട്ട്. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ എത്ര എണ്ണം കൊള്ളും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. നമ്മൾ പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇത് ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കന് 3 പീസാണ് ആദ്യം പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ 3 പീസ് മാത്രമേ ഞാൻ ഈ മൈദയിലൊന്ന് മുക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 3 പീസ് ഞാൻ മുക്കിയെടുത്ത ശേഷം നന്നായിട്ട് ഈ മൈദ ഒന്ന് വീണ്ടും അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഇതിൽ പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൽ ചെറിയ വലിയ പീസൊക്കെ ഉണ്ടാവും. അതായത് ഈ മസാലയൊക്കെ വീണിട്ട് മൈദ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയതിൻ്റെ ശേഷം പിന്നീട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി നമ്മുടെ ചിക്കൻ്റെ മേലെ പറ്റി പിടിച്ചിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം 3 എണ്ണം ഞാൻ ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് പൊരിക്കാൻ വെച്ച ശേഷം ഇതൊന്ന് അരിച്ചെടുത്ത ശേഷമാണ് അടുത്ത ചിക്കന് ഞാൻ ഇതിലിട്ടിട്ട് വീണ്ടും കോട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചിക്കന് ഒന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ നല്ല ചൂടായിരിക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചീനച്ചട്ടിയാണ്. ഒരു 3 എണ്ണയൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. വലിയ ഉരുളി പോലെയുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ 5-6 എണ്ണം ഒരുമിച്ച് തന്നെ നമുക്കിട്ട് പൊരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് എണ്ണം തിക്കിയൊന്നും ഇട്ട് കൊടുക്കരുത്. നമുക്കിത് ചിക്കന് വേവാനുള്ളൊരു സ്പേസ് വേണം. അപ്പം ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഇത് പൊരിയാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊണ്ടേയിരിക്കണം കേട്ടോ. മറിച്ചിട്ട് വേണം പൊരിക്കാനായിട്ട്. അപ്പോൾ അതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 5-6 തവണ ആയിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറന്നു പോകരുത്. ഒരേ പൊസിഷനിൽ തന്നെ വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചറൊക്കെ ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകത്ത് നല്ല ജ്യൂസി ആയിട്ടായിരിക്കും ഉണ്ടാവുക നമ്മുടെ ചിക്കൻ കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ അകഭാഗം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നമ്മൾ ഈ ബട്ടർ മിൽക്കിൽ ഇട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.